പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ശ്രേഷ്ഠ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ സിസ്റ്റേഴ്സ് മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസിമാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നടുവിലായിരിക്കുന്ന ബഹുമാന്യനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, ദേശത്തിന്റെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, പരിചിതങ്ങളായിരിക്കുന്ന അനേകം മുഖങ്ങള് ഇന്ന് ഈ മീറ്റിങ്ങിലുണ്ട്. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച പ്രിയ ഫേബി ആന്റി ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ സൂസൻ ഷാജി ആന്റി, സാജൻ പാസ്റ്റർ, ഞാൻ റിയാദിലായിരുന്നപ്പോൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ആദ്യമായി എന്നോട് പറഞ്ഞ പ്രിയ ടിജി സിസ്റ്റർ, എല്ലാവരെയും ഈ സമയത്ത് ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ നാം ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ദൈവമക്കളെ. ബഹുമാന്യയായിരിക്കുന്ന പ്രിയ ദൈവദാസി അന്ന കണ്ടത്തിൽ ഇന്ന് പകലിൽ നമ്മോട് ചേർന്ന് ഉണ്ടല്ലോ. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പല പ്രാവശ്യങ്ങളിലും പ്രാർത്ഥിപ്പാൻ ലോകമെമ്പാടുമുള്ള ദൈവജനത്തോട് ചേർന്ന ചില അവസരങ്ങൾ ഞങ്ങൾക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. മുഖാമുഖമായി ഇന്ന് പകലിലും കണ്ട് ഇപ്രകാരം ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ സ്വർഗം ഒരുക്കി തന്ന അമിനി സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഏൽപ്പിച്ച, നിയോഗിച്ച് തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൗത്യങ്ങളെ പൂർത്തീകരിക്കുന്ന നാൾ വരെ ആമെ ദൂതഗണങ്ങളാൽ സംരക്ഷിച്ച തന്റെ ശരീരത്തിന്റെ ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും ബലവും കർത്താവിന് അറിയാം ഇനി ചെയ്തെടുക്കേണ്ടത് എത്രയുണ്ടെന്ന്. താൻ കൽപ്പിച്ച ആക്കി അയച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കകത്ത് താൻ പൂർത്തീകരിക്കേണ്ടുന്ന ദൗത്യങ്ങൾ എത്രയുണ്ടെന്ന് കൃത്യമായി അറിയുന്ന ദൈവാത്മാവ് തന്നോട് കൂടെയുണ്ട്. ബലം നൽകും, ശക്തി നൽകും. ഒന്നും കുറഞ്ഞു പോകാതെ പൂർത്തീകരിച്ച കർത്താവിനെ മുഖാമുഖമായി കണ്ട് വന്ദിക്കുന്ന ദിവസം വരെയും ദൈവാത്മാവ് ജയത്തോടെ നടത്തട്ടെ. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ചില അവകാശങ്ങളെ നമുക്ക് നൽകി തരും. നമ്മുടെ പ്രത്യാശയെ അത് വർദ്ധിപ്പിക്കും, നമ്മെ അത് ശുദ്ധീകരിക്കും, നമ്മെ അത് പണിയും. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ കേരളത്തിലുള്ള അനേകം വീടുകളെ നോക്കിക്കഴിഞ്ഞാൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ദീർഘവർഷങ്ങൾക്ക് പിറകില് 20, 30, 40 വർഷങ്ങൾക്ക് പുറകില് ആഢ്യത്വം നിറഞ്ഞു നിന്ന അനേകം ഭവനങ്ങൾ, ആ കാലഘട്ടത്തിലെ വൻ മാളികകളൊക്കെ ഈ പുതുതലമുറയുടെ കാലമായപ്പോൾ ആർക്കിടെക്റ്റിന്റെയും വിദഗ്ധരുടെയും ഒക്കെ സഹായത്താൽ മോടി പിടിപ്പിക്കുന്നത് നമ്മുടെ കൺമുൻപിൽ ഇന്ന് പരിചിതമാ, അല്ലെ? ദൈവത്തിന് നമ്മെ മോടി പിടിപ്പിക്കണമെങ്കിൽ, നമ്മെ ഒന്ന് റീബിൽഡ് ചെയ്യണമെങ്കിൽ, നമ്മിലുള്ള ഭാവങ്ങളെ ഒന്ന് മാറ്റണമെങ്കിൽ ചിലതിനെയൊക്കെ ഒന്ന് പൊളിച്ചു കളയണം. നമ്മളെ അപ്ഡേറ്റ് ആക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് നാം പിടഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചില മുള്ളുകൾക്കകത്ത് നമ്മെ ഒതുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ പൊളിക്കുകയും പൊളിച്ചിടുക മാത്രമല്ല, ഏറ്റവും മനോഹരമായിരിക്കുന്ന ഈ അനുഭവത്തിൽ അതിനെ റീബിൽഡ് ചെയ്ത ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂലത്തിന്റെ അനുഭവത്തിലും നാം നന്ദിയുള്ളവരായിരിക്കണം. ഏത് കഷ്ടതയുടെ നടുവിലും ദൈവമുഖം തേടുന്നവരായിരിക്കണം. ഏത് അസാധ്യതകളുടെ മുൻപിലും ഇന്ന് പകലിൽ ഉയരങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തി സൃഷ്ടിതാവിനെ നോക്കുന്നവരായി ഞാനും നിങ്ങളും മാറുമെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ചില വൻ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ നിയോഗിക്കുക തന്നെ ചെയ്യും. ആമേൻ. വെറുതെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരല്ല നമ്മൾ ആരും. പ്രിയ ഫേബിയാൻറ്റി ഇവിടെ ഉണ്ട്.
തന്റെ അല്പമായിരിക്കുന്ന സാഹചര്യങ്ങൾ, വന്ന വഴികൾ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ചുരുക്കം വാക്കുകൾ നാളിതുവരെ തന്നെ നടത്തിക്കൊണ്ട് വന്ന ശുശ്രൂഷയിലേക്ക് ഇറങ്ങി തിരിച്ച നാൾ വഴികൾ പ്രിയ അന്നയോട് ചോദിച്ചാൽ അറിയുവാൻ കഴിയും. തന്റെ ജീവിതത്തിൽ ആ ശുശ്രൂഷയുടെ പടവുകളിലേക്ക് താൻ എത്തിപ്പെടുവാൻ ഉണ്ടായിരിക്കുന്ന ദൈവിക തിരഞ്ഞെടുപ്പുകളെ പറ്റി. അങ്ങനെയെങ്കിൽ ഇതിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരോട് ഞാൻ പറയട്ടെ, എല്ലാവരുടെയും മേൽ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായതിനു മുൻപേ, ലോക സ്ഥാപനത്തിനു മുൻപേ എന്നെയും നിങ്ങളെയും അറിഞ്ഞ ദൈവം തന്റെ പ്രത്യേകമായിരിക്കുന്ന ചില പദ്ധതികൾക്കകത്തേക്ക് നമ്മളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞ് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. ഒരു പക്ഷേ അത് നമ്മുടെ ബാല്യത്തിൽ നാം അറിഞ്ഞു കാണുകയില്ല, നമ്മുടെ യൗവന കാലഘട്ടങ്ങളിൽ നാം അത് അറിഞ്ഞു കാണുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ മധ്യകാലങ്ങളിൽ നാം അത് അറിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ബഹുമാനിയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഇന്നത് തിരിച്ചറിയുന്നു എങ്കിൽ, ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം മനസ്സിലാക്കുന്നു എങ്കിൽ, ഇന്നത്തെ നമ്മുടെ ദൗത്യത്തിലേക്ക് നാം പ്രവേശിപ്പാൻ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ ദൈവാത്മാവിന് വിട്ടുകൊടുക്കുന്നു എങ്കിൽ, സർവശക്തനാമൻ തന്റെ പൂണിക്കകത്ത് മിനുക്കി അമ്പിൻ കഷണമായി നമ്മെ ഉപയോഗിക്കും. ഏതൊക്കെ സാഹചര്യത്തിലാണ് നാം ഉപയോഗിക്കപ്പെടേണ്ടുന്നത്? ചില ദേശങ്ങളുടെ അതിരുകളെ ഭേദിക്കുന്ന അമ്പുകളാക്കി, ചില രാജ്യങ്ങൾക്കകത്തേക്ക് ശക്തമായി ചെല്ലുന്ന ദൈവത്തിന്റെ ദൂതുവാഹികളാക്കി. എനിക്കറിയാം, വ്യത്യസ്തമായിരിക്കുന്ന ടൈം സോണുകളില് വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദൈവജനമേ, മനസ്സിലാക്കുക, ഓരോ രാജ്യങ്ങൾക്കകത്തും കർത്താവ് നിങ്ങളെ അയച്ചത് നിങ്ങളുടെ ജോലിയുടെ മഹത്വം വെളിപ്പെടുത്തുവാനല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനല്ല, നിങ്ങളുടെ സാമ്പത്തിക നന്മയുടെ ആഴം കൂട്ടുവാനല്ല. പിന്നെയോ കർത്താവ് നിങ്ങളെ അയച്ചിരിക്കുന്നതിന്റെ പിറകില് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, നാം ആയിരിക്കുന്ന ദേശങ്ങൾക്കകത്തിരുന്നു കൊണ്ട്, ഫ്ലാറ്റിനകത്ത്, ആ വില്ലക്കകത്തിരുന്നു കൊണ്ട്, ആ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നിങ്ങളായിരിക്കുന്ന ആ ചെറു പട്ടണത്തിനു വേണ്ടി ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനുമുള്ള ഒരു ദൗത്യം ദൈവാത്മാവ് കൈമാറിയിട്ടുണ്ട് എന്ന് ആരും മനസ്സിലാകാതെ പോകരുത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒഴിഞ്ഞിരിപ്പാൻ പ്രമാണം അനുവദിക്കുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലാ നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ശ്രേഷ്ഠകരമായിരിക്കുന്ന നന്മകൾ കുടുംബ ജീവിതത്തോട്, തലമുറകളോട്, രക്തബന്ധങ്ങളോടുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകി. പോരാ, ആ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം വിളഞ്ഞു കിടക്കുന്ന ചില വയലുകളിലേക്ക് വ്യാപരിക്കട്ടെ. കൊയ്ത്തിന്റെ യജമാനൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. വിളഞ്ഞു നിൽക്കുന്ന ചില വയലുകളെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയില് വയലുകളെ നോക്കി പ്രാർത്ഥനയിൽ പോരാടുവാൻ, നമുക്ക് കടന്നു പോകുവാൻ കഴിയാത്ത ദേശങ്ങളെ നോക്കി, നമുക്ക് കടന്നു പോകുവാൻ കഴിയാത്ത പട്ടണങ്ങളെ നോക്കി, ആ വയലുകൾ കൊയ്തെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കും ഒരു വ്യക്തിത്വമായി അണിനിരക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വേഗത്തിൽ ഇന്ന് പകൽക്കാലം നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 54-ാമത്തെ വാക്യം മുതൽ 24-ന്റെ 1 വരെയുള്ള വേദഭാഗം ദൈവസന്നിധിയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 23-ാമത്തെ അധ്യായം 54-ാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു. അന്ന് ഒരുക്കനാൾ ആയിരുന്നു, ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന കല്ലറയും അവന്റെ ശരീരം വച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി
കൽപ്പന അനുസരിച്ച ശബത്തിൽ അവർ സ്വസ്ഥമായിരുന്നു. 24-ാമത്തെ അധ്യായം ഇങ്ങനെ ആരംഭിക്കുന്നു. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കല്ലറയ്ക്കൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലറയ്ക്കൽ എത്തിയവർ ആരൊക്കെ എന്ന് അറിയണമെങ്കിൽ അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ നന്നായിരിക്കും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കല്ലറയുടെ അടുക്കൽ ഓടിയെത്തിയ ആമേൻ മറിയയെ പറ്റി നാം ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ആമേൻ. ഇവരോട് കൂടെ ഓടിയെത്തിയ മറ്റ് സ്ത്രീകളെ പറ്റി അധികമൊന്നും നാം പ്രസംഗിച്ചിട്ടില്ല, നാം കേട്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം വിശുദ്ധ വേദപുസ്തകം യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയെ 2 ഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ പ്രാരംഭ ഘട്ടം എന്ന് പറയുന്നത് ഗലീലയാണ്. 2-ാമത്തെ തലം എന്ന് പറയുന്നത് യെരുശലേമാണ്. ഈ ആദ്യ ഭാഗം ഗലീല എന്ന് കാണിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2-ാമത്തെ ഭാഗം യെരുശലേമിലേക്കുള്ള പ്രയാണത്തിലും യെരുശലേമിലും പൂർത്തീകരിക്കപ്പെടുന്നു. എന്നാൽ ഗലീലയിലെ തന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് തന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തികളെ നസ്രയൻ ആരംഭിക്കുകയാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഒരു പദമുണ്ട്. തന്റെ മഹത്വം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് വെളിപ്പെടുത്തി. ദൈവമക്കളെ, നമ്മുടെ വീടിന്റെ അകത്ത് യേശു കർത്താവ് വന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്താനാ. അഭിഷക്ത ദാസിമാരെ, ശുശ്രൂഷയ്ക്കകത്ത് യേശു കർത്താവ് വന്നതാ നമ്മിൽ കൂടി തന്റെ മഹത്വം വെളിപ്പെടുത്താനാ, നമ്മെ വെളിപ്പെടുത്താനല്ല. ഗലീല മുഴുവനും യേശു കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമാറ് പിതാവിന്റെ പദ്ധതികൾ ചെയ്തെടുത്തു എങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുക. ആ അധികാരം സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. നാം കടന്നു പോകുന്ന ഭവനങ്ങൾക്കകത്ത് ചില അത്ഭുതം വെളിപ്പെടും. അത് ദൈവനാമ മഹത്വത്തിനായി മാറും. നമ്മുടെ സഭകൾക്കകത്ത് ചില അത്ഭുതങ്ങൾ വെളിപ്പെടും. അത് ദൈവനാമ മഹത്വത്തിനായി മാറും. നാം ചെയ്യുവാൻ പോകുന്ന ചില ക്രൂസേഡുകൾക്കകത്ത് ചില മഹായോഗങ്ങൾക്കകത്ത് ചില കൂടി വരവുകൾക്കകത്ത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ പോകുകയാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു നാമവും പ്രശംസിപ്പാൻ യോഗ്യരല്ല. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം അർപ്പിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ സ്ഥലം പോരാതെ നിറയ്ക്കുന്ന മതിയാകുവോളം തൃപ്തി വരുത്തുന്ന ആത്മാവിന്റെ അത്യന്ത ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ഇന്നും പകർന്നു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായി നിന്നത് പുരുഷന്മാരായിരുന്നു. എന്നാൽ നാം വായിച്ച വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും. ആ വാക്യത്തിന് വളരെ പ്രത്യേകതയുണ്ട് കേട്ടോ. നാം ഈ വായിച്ചത് കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ആ ക്രൂശീകരണം കണ്ടുകൊണ്ട് നിന്ന വ്യക്തികളാ. അല്ലെങ്കിൽ ആ ക്രൂശീകരണം കഴിഞ്ഞിട്ട് യേശു കർത്താവ് ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞ തന്റെ പ്രാണനെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും അവിടെ നിന്ന ചില വ്യക്തികളെ പറ്റിയ വളരെ പ്രത്യേകതയുണ്ട്. ഞാനും നിങ്ങളും ഒരിക്കലായി ഗലീലയിൽ നിന്ന് കർത്താവിനോട് കൂടെ അവനെ പിൻപറ്റുവാൻ ഇറങ്ങി തിരിച്ചവരാ. ജയ രവി എന്ന് പറയുന്ന ഒരു ആന്റിന്റെ ഡിവൈസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇന്ന് പകലിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില അത്ഭുതകരമായിരിക്കുന്ന ദൈവ പ്രവർത്തികളെ ജീവിതത്തിന്റെ യൗവന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഈ ആത്മാവ് വെളിപ്പെടുത്തി അതിൽ കൂടി മുന്നേറി മറ്റാർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ചില ആത്മീക ഭൗതിക നന്മകളെ ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിന് മേഖലയ്ക്കകത്ത് പകർന്ന് നൽകിയതാ. ഇന്ന് പകൽക്കാലം പ്രിയാന്റി തിരിച്ചറിയണം, ദൈവത്തിന് അതിനകത്തുള്ള പദ്ധതി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ഗലീലയിൽ ആരംഭിച്ച ജീവിതത്തിന്റെ ആണ്ടുകൾക്ക് പിറകിൽ ദൈവം നൽകിയ ചില ദർശനങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആലോചന പറയുകയാ. പ്രൈസ് ദി ലോർഡ്. ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ചില പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, ഏകയായി ആശ്രയത്തിന് ആരുമില്ലാതെ വരണ്ടുണങ്ങിയ മരുഭൂമിക്ക് സമാനമായി ജീവിതം പിന്നിട്ട് ചില നാളുകൾ പിറകിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം ആലോചന പറയുന്നു. ആ നാളുകളിൽ എടുത്ത ചില തീരുമാനങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. ആമേൻ. സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചിറക്കിയ നാളുകളില് ആ കൃപാസനത്തിന് മുൻപിൽ കടന്നു ചെന്ന നാം എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. നമ്മുടെ തിടുക്കമേറിയ ജീവിത നൗകയെന്ന് പറയുന്നത് ഉയർന്നും പൊങ്ങിയുമുള്ള തിരമാലകളാൽ നിറയപ്പെട്ടതാ. പലതരത്തിലുള്ള കാറ്റുകൾ നാം കണ്ടു. കടലിന്റെ അനുഭവങ്ങൾ മാറി മറിയുന്നത് നമ്മളൊക്കെ കണ്ടു. എടുത്ത ചില തിരമാലകൾ തീരുമാനങ്ങള് ആ തിരമാലകളെ പിടിച്ചു കെട്ടുന്നതിന്റെ മധ്യത്തില് ആ കാറും കോളും കണ്ട് ഭയപ്പെട്ട് നിന്നതിന്റെ മധ്യത്തില് എടുത്ത ചില തീരുമാനങ്ങളെ മറന്നുപോയെങ്കിൽ ഇന്ന് പകലിൽ അതിലേക്ക് മടങ്ങി വരിക. ചിലർ ദർശനങ്ങളിലേക്ക് മടങ്ങി വരുന്ന ദിവസമായി മാറട്ടെ. നമ്മുടെ ഓർമ്മകളെ പിശാചിന് കാർന്നു തിന്നുവാൻ വിട്ടുകൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം പ്രിയ ജയാന്റിയോട് പറയുന്നു, ചില ഓർമ്മകളെ തീരുമാനങ്ങളെ കാർന്ന് തിന്നിട്ട് ഇനി ഒരിക്കലും അത് മടക്കിക്കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പിശാച് കല്ലിൽ അഭിമാനത്തോടെ അവൻ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം അവന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ഏൽപ്പിക്കപ്പെട്ട സമർപ്പിച്ചു കൊടുത്ത ദൈവിക ദൗത്യത്തിലേക്ക് ഇന്ന് പകൽ മടങ്ങി വരണം. ദൈവത്തിന് ഹിതമുള്ളത് ചിലത് ചെയ്യുവാൻ, ദൈവത്തിന് പ്രസാദമുള്ളത് ചിലത് ചെയ്യുവാൻ വ്യക്തമായി ദൈവ ശബ്ദത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നമുക്കറിയാം മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലാ ചില സ്ത്രീകൾ യേശുവിനെ അനുഗമിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ സ്ത്രീകൾ തന്നെ പിൻപറ്റിയത് അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ക്രൂശീകരണ സമയത്ത് സ്ത്രീകൾ അടുത്തുണ്ടായിരുന്നു എന്ന് യോഹന്നാനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇതാ ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്, ഗലീലയിൽ നിന്ന് യാത്ര ആരംഭിച്ച പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് തന്നെ പിന്തുടർന്ന ചില സ്ത്രീകളാണ്. നോക്കിക്കേ, ഇവർ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് കാൽവറി കുന്നിൽ ആ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഒരു പച്ച മനുഷ്യൻ, നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയരായവർ വേദന കൊണ്ട് പുളയുമ്പോൾ പലരും അടുത്തു നിന്ന് മാറിപ്പോകും. ഹൃദയശാലികളായിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ദൃഢധൈര്യമുള്ളവർ പോലും നമ്മുടെ കുഞ്ഞു മക്കളുടെ ചില വേദനകളുടെ മുൻപില് ഒന്ന് മാറി നിന്ന് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പബ്ലിക്കായിട്ട് കരയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളില് ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരു പറ്റം അമ്മമാർ, ഒരു പറ്റം സഹോദരിമാർ യേശുവിന്റെ പ്രാണവേദനയ്ക്ക്
സാക്ഷികളായി ആ കാൽവറിക്കുന്നിൽ നിൽക്കുക മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എഴുതിയിരിക്കുന്നു. അവന്റെ മൃത ശരീരം, ആത്മാവില്ലാത്ത പ്രാണൻ നഷ്ടപ്പെട്ട ആ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നെന്ന് കാണുവാൻ അവർ അവിടെ വെയിറ്റ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ദൈവമക്കളെ, ഇത് നമ്മോട് വിളിച്ച് പറയുന്ന ഒരാത്മിക മർമ്മമുണ്ട്. ചില വേദനകളും ചില പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തെ ശക്തമായി ഉടച്ച് കളഞ്ഞെന്ന് നമ്മുടെ മുൻപിൽ വിധി എഴുതി നിന്നാലും അതിന്റെ മധ്യത്തിൽ നാം പ്രാപിച്ച അടിയുറച്ച നാം പ്രഖ്യാപിച്ച വിശ്വാസത്തിന് വില കൊടുത്ത് നാം വെയിറ്റ് ചെയ്താൽ നമുക്ക് ചില ഉയർപ്പിന്റെ വിടുതലുകളെ, ഉയർപ്പിന്റെ സാക്ഷ്യത്തെ കേൾക്കുവാൻ സർവശക്തൻ നമ്മെ അനുവദിക്കും. മാറോട് ചേർന്നിരുന്ന പ്രിയ ശിഷ്യനെ ഇവിടെ കാണുന്നില്ല. ക്രൂശോളം നിന്നോട് കൂടെ ഞാൻ മരിപ്പാനും തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസിനെ ഇവിടെ കാണുന്നില്ല. ഹല്ലേലൂയ. 11 പേരെ പറ്റിയും ഈ ഭാഗത്ത് ഒരു സുവിശേഷങ്ങളിലും എഴുതാതിരിക്കുമ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ബലഹീനരെന്ന് വിശുദ്ധ വേദ പുസ്തകം നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഓർത്തെ, ഹല്ലേലൂയ, ഹൃദയം പിടയുന്ന അനേകം വേദനയിലും കഴിഞ്ഞ നാളുകളിൽ എന്നെയും നിങ്ങളെയും ഉപവസിപ്പിച്ചു. മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കാൻ ദൈവം നമ്മെ ഉപയോഗിച്ചില്ലേ? ചില വേദനയ്ക്കകത്തേക്ക് ഇറങ്ങി ചെല്ലുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയില്ലേ? തള്ളിക്കളഞ്ഞ ചിലരെ ചേർത്ത് പിടിപ്പാൻ ബലഹീനരായ നമ്മെ ദൈവം പ്രാപ്തരാക്കിയില്ലേ? ഇന്ന് പകൽക്കാലം എത്ര സ്തുതിച്ചാൽ നന്ദി പറയാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. യോഗ്യതകളോ സവിശേഷതകളോ ഒന്നും നമുക്കില്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഭരമേൽപ്പിച്ച നിയോഗത്തെ തോൽപ്പിക്കുവാൻ ലോകത്തെ നാം അനുവദിക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ പിന്നാലെ ചെന്ന കല്ലറിയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. കാൽവറിയിൽ കർത്താവിന്റെ മരണം അവർ കണ്ടു. വേണമെങ്കിൽ അവർക്ക് മാറിപ്പോകാമായിരുന്നു. തങ്ങളുടെ ഗുരു മരിച്ചു, തങ്ങളുടെ പ്രാണ സ്നേഹിതൻ മരിച്ചു. 3.5 വർഷക്കാലം തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത യേശു കർത്താവ് മരിച്ചു. മടങ്ങിപ്പോകാം. എന്നാൽ ആ സ്ത്രീകൾ അവന്റെ ശരീരം വെച്ച വിധം കല്ലറയ്ക്കകത്ത് ചെന്ന കണ്ട മനസ്സിലാക്കിയിട്ട് അവർ മടങ്ങിപ്പോകുകയാ. ഇന്ന് പകൽക്കാലം ആഴത്തിൽ ചിലത് കണ്ടു മനസ്സിലാക്കുവാൻ പമീല പ്രകാശ് എന്ന ആന്റിയോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മടങ്ങിപ്പോകുവാനുള്ള സമയമായിട്ടില്ല കേട്ടോ. ചില സാധ്യതകളൊക്കെ തീർന്നെന്നും കഴിഞ്ഞു പോയെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു, സമയമായിട്ടില്ല. ചിലത് കൂടെ കണ്ടിട്ട് ഈ സ്ത്രീകൾ അരിമത്യയിലെ യോസേഫ് ചെന്ന് ക്രൂശിൽ നിന്ന് യേശു കർത്താവിന്റെ ശരീരം ഇറക്കി, പുതിയതായി ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കൽ വെച്ചിട്ടില്ലാത്തതുമായിരിക്കുന്ന യേശു കർത്താവിന് വേണ്ടി മുൻപേ ഒരുക്കിയിരുന്ന കല്ലറയിൽ വെച്ചത് കണ്ടിട്ടാണ് അവർ മടങ്ങിപ്പോയത്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം യേശു കർത്താവിന്റെ തല ഏത് ഭാഗത്താണ്, കാൽ ഏത് ഭാഗത്താണ്. ഫമിലിയാൻറ്റി, ഇന്ന് പകലില്ല, ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, കൺഫ്യൂഷനോടെ മടങ്ങി പോകണമോ
നിൽക്കണം. ആമേൻ. തീരുമാനമെടുക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വെയിറ്റ് ചെയ്യുക. ദൈവ സന്നിധിയിലായിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം വെയിറ്റ് ചെയ്യുമെങ്കിൽ ചില വിഷയങ്ങളുടെ വിടുതലിനെ, ചില വിഷയങ്ങളുടെ ഉയർപ്പിനെ ദൈവാത്മാവ് വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ അത് കാണിക്കുക മാത്രമല്ല, അതൊരു വലിയ സാക്ഷ്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുവാനിടയായി തീരും. ആമേൻ. ആ കല്ലറയ്ക്കകത്ത് യേശു കർത്താവിന്റെ ശരീരം വെച്ച വിധം കണ്ടിട്ട് അവർ മടങ്ങിപ്പോയി. മടങ്ങിപ്പോയത് എവിടേക്കാണ്? ആമേൻ, അവരുടെ ഭവനങ്ങളിലേക്ക്. ഈ സ്ത്രീകൾക്കൊരു വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവർ ആ കാലഘട്ടത്തിൽ യേശുവിനെ പിന്തുടരുമ്പോൾ തന്നെ ആമേൻ മോശയുടെ ന്യായപ്രമാണവും 10 കൽപ്പനകളും അനുസരിക്കുന്ന ആമേൻ യഹൂദ സ്ത്രീകൾ ആയിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. ഇത് ഇന്ന് പകൽക്കാലം ശുശ്രൂഷയിലും ദൈവിക പാദപീഠത്തിലും ആയിരിക്കുന്ന ആമേൻ സഹോദരിമാരായിരിക്കുന്ന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് നാം ദൈവ വചനത്തിന് കീഴ്പ്പെടുന്നവരായിരിക്കണം. ദൈവിക പ്രമാണങ്ങൾക്ക് വില കൊടുക്കുന്നവരായിരിക്കണം. ആമേൻ. ദൈവ സഭയ്ക്കും അഭിഷക്തന്മാർക്കും കീഴടങ്ങിയിരുന്ന പ്രമാണം അനുശാസിക്കുന്ന ദൈവിക ദൗത്യങ്ങളെ പൂർത്തീകരിക്കുന്നവരായി നാം സ്വയം സമർപ്പിതരായി മാറുമെങ്കിൽ മാത്രമേ സ്വർഗം നമ്മെ ഉപയോഗിക്കുകയുള്ളൂ. ആമേൻ. നല്ല ഭാര്യമാരായി, നല്ല അമ്മമാരായി, ആമേൻ, കുടുംബത്തിന്റെ അകത്ത് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ആമേൻ നയിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അവൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന്റെ അകത്ത് ഞാനും നിങ്ങളും വിശ്വസ്തത പാലിക്കുന്നു എങ്കിൽ കുടുംബ ബന്ധത്തിന്റെ അകത്തു നിന്ന് നമ്മളെ പുറത്തോട്ട് ദൈവാത്മാവ് അയക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ആമേൻ. ചില കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ആമേൻ വ്യവസ്ഥയ്ക്കകത്താണ് കർത്താവ് നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. ആമനൊരു ഭാര്യ പദവി എന്ന് പറയുന്നത് ആമനത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു പദവിയാണ്. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ആദ്യം സൃഷ്ടിച്ചത് ഒരു കുടുംബമാണ്, അല്ലെ? ഏദനിൽ ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ യേശു കർത്താവിന് മുൻപിൽ മുട്ടുകുത്തുക. ഇന്ന് പകൽക്കാലം കുടുംബ ജീവിതത്തിന്റെ അകത്ത് ആമേൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന, ഒത്തുചേർന്ന് പോകുവാൻ പറ്റാത്ത ചില തലമുറകൾ നമ്മുടെ മുൻപിൽ കാണും, നമ്മുടെ സഹോദരങ്ങളിൽ കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്രിസ്തീയ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കേണ്ടത് കുടുംബ ജീവിതത്തിന്റെ അകത്തു നിന്നാണ്. ആമേൻ. ആമേൻ. കുടുംബ ജീവിതത്തിന്റെ വിശ്വസ്തതയ്ക്കകത്ത് നിന്നാണ് ശുശ്രൂഷയുടെ ആരംഭം കുറിക്കേണ്ടത്. ആമേൻ. ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയ്ക്കകത്തു നിന്ന, തന്നോട് പുലർത്തുന്ന നീതിക്കകത്തു നിന്ന ആമേൻ നമ്മുടെ ശുശ്രൂഷയുടെ അടിത്തറ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ചില പ്രമാണങ്ങൾ സ്വർഗം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ ആമേൻ നാം ഹല്ലേലൂയ അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ തലമുറകളെ സ്വർഗം പ്രൊട്ടക്ട് ചെയ്യും. ആമേൻ. ആമേൻ. പ്രത്യേകമായിരിക്കുന്ന ഒരു തീ മതില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി നാം ചെയ്യണം, ഒരു നല്ല മാതാവായി. ആമേൻ. ഹല്ലേലൂയ. ഒന്നോർത്തേ, ഏറ്റവും നല്ല ഒരു മാതൃത്വമാ ഹന്നയമ്മച്ചി. ഏലി പുരോഹിതന്മാരുടെ തലമുറകൾ ശാപഗ്രസ്തരായി മാറിക്കൊണ്ടിരിക്കുന്ന ആമേൻ കാലഘട്ടത്തിന്റെ അകത്ത്, അവർ പാർക്കുന്ന ഭവനത്തിന്റെ അകത്ത് തന്റെ തലമുറയെ കൊണ്ടു കൊടുത്തൊരു മാതാവ്.
മറന്നു പോകരുത്. ആമന കോൺഫിഡൻസ് വിട്ടുകളയരുത്. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൂത് കൈമാറുകയോ, തലമുറകളെ നോക്കി ഭയപ്പെടുന്ന, അവരുടെ യാത്രകളെ നോക്കി ഭയപ്പെടുന്ന, അവരുടെ മുൻപിലുള്ള ചില സാധ്യതകളെ നോക്കി ഭയത്തോടെയായിരിക്കുന്ന ചില മാതാക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഈ പ്രാർത്ഥിച്ചു നേടിയ കുഞ്ഞാണോ? ആമേൻ. ഈ പ്രാർത്ഥന എന്ന തൂവൽ കൊണ്ട് അങ്കി പൊതിഞ്ഞ കുഞ്ഞാണോ? നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഏലി പുരോഹിതന്റെ മക്കൾ മ്ലേച്ഛതയ്ക്കകത്തു പോയാലും, അവർ നിയമങ്ങളെ ലംഘിക്കുന്നവരായി തീർന്നാലും, എന്റെയും നിന്റെയും തലമുറ അതിന്റെ അകത്തും വലഞ്ഞു പോകത്തില്ല. അവന് വേണ്ടി ഒരു സംരക്ഷണ കവചത്തെ, അവൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചത്തെ ദൈവത്തിന്റെ ആത്മാവി ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകലില് ഹല്ലേലൂയ, കരയുന്ന അമ്മേ, കരയുന്ന സഹോദരി, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ അന്ത്യകാലഘട്ടത്തില് കർത്താവിന്റെ വരവിന് മുൻപ് ആമേൻ ശുശ്രൂഷയിൽ അവർ ഉപയോഗിക്കപ്പെടുവാൻ നാം ഒരു കാരണമായി മാറണം. നമ്മുടെ കണ്ണുനീരൊരു കാരണമായി മാറണം. മറന്നു പോകരുത് കേട്ടോ. ചിലതൊക്കെ ഹല്ലേലൂയ നാം ത്യജിക്കുവാൻ തയ്യാറാകണം. ഹന്ന ആമേൻ പ്രാർത്ഥിച്ച ശമൂവേലിനെ നേടിയത്. ആലയത്തിൽ വന്നപ്പോൾ പുരോഹിതര് പോലും അവളുടെ ഞരക്കത്തിന്റെ ആഴത്തെയോ തന്റെ മുഖത്ത് നോക്കി അവളുടെ തകർച്ചയോ മനസ്സിലാക്കുവാൻ കഴിയാതെ വീഞ്ഞു കുടിച്ച ഒരു സ്ത്രീ എന്ന് പരിഹാസം പേറിയവളാണ് ഹന്നയമ്മച്ചി. ആമേൻ. നാമൊക്കെ ആണെങ്കില് ആമേൻ, എനിക്കറിയാം ഒത്തിരി വർഷങ്ങൾ കൂടിയിരുന്ന ട്രീറ്റ്മെന്റ് ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ ചില കുഞ്ഞുങ്ങളെ ലഭിച്ച ചില അമ്മമാരുണ്ട്. ഏത് സമയത്തും ഒരു പുള്ളു വന്ന് റാഞ്ചുമെന്ന മോഡലിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നത്. എവിടെ പോയാലും കയ്യിൽ കാണും. സ്കൂളിൽ വിടാൻ പേടിയാ, ടൂറിന് വിടാൻ പേടിയാ, ആമൻ സൺഡേ സ്കൂളിന് വിടാൻ പേടിയാ, വിശ്വാസ ഭവനങ്ങളിൽ വിടാൻ പേടിയാ. കാരണം നഷ്ടപ്പെടുമോ എന്ന ഭയം. ആമൻ. ഭയം നമ്മുടെ ജീവിതത്തിൽ പരാജയം കൊണ്ടുവരും. ക്രിസ്തുവിന്റെ സ്നേഹം ആ ഭയത്തെ പുറത്താക്കുന്നത് മറക്കരുത്. ക്രിസ്തുവിന്റെ സ്നേഹം ഭയത്തെ പുറത്താക്കുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ച തലമുറയായിക്കോട്ടെ, നാം ഉപവസിച്ച് ആമേൻ ദൈവത്തോട് കരഞ്ഞു വാങ്ങിയ തലമുറയായിക്കോട്ടെ, സമർപ്പിച്ചാ മതി. ആമേൻ. നീ കൊടുക്കാമെന്ന് പറഞ്ഞവന്റെ കയ്യിൽ കൊടുത്താ മതി. ആമേൻ. പെട്ടകത്തോട് ചേർത്ത് നീ ആ കുഞ്ഞിനെ വളർത്തിയാൽ മതി. ദൈവത്തിന്റെ നീതി ആമേൻ ആ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടും കേട്ടോ. ആമേൻ. തലമുറകളെ ചൊല്ലി ഭയപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകലില്ല. ആമേ, റോയി ഫിലിപ്പ് എന്ന ബ്രദറെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹൃദയത്തിന്റെ അകത്ത് ധൈര്യം ഇന്ന് പകൽക്കാലം പ്രകാശിക്കട്ടെ. അഡഗജാന ഹസ്തന റികൽക്കന ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവത്തിന്റെ ആത്മാവ് ഭവനത്തിന്റെ അകത്ത് ചില പുതുനാമ്പുകളെ, പ്രത്യാശയുടെ ചില തളിർപ്പുകളെ കൽപ്പിക്കുവാൻ പോകുകയാ. ദൈവാത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു. ആമേൻ. ഭവനത്തിന്റെ അകത്ത് മുരടിച്ചു പോയ ഒരു വിഷയം. ആമേൻ. നമ്മുടെ മുറ്റത്ത് നാം നല്ല വില കൊടുത്ത് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ചെടിയാണ് റോസ, അല്ലെ? മനോഹരമായിരിക്കുന്ന പൂക്കൾ അതിനകത്ത് വരുന്നതിന് മുൻപ് ഒരു തളിർപ്പ് വരും. ആ തളിർപ്പ് വന്ന തണ്ടിലാണ് ഈ പുതിയ പുഷ്പം വരുന്നത്. എന്നാൽ ചില തളിർപ്പുകൾ വരുന്ന സമയത്ത് തന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞ മുരടിച്ചു നിൽക്കും. നമ്മൾ വിചാരിക്കും ഇനി ഇതിനകത്ത് പൂ ഉണ്ടാകത്തില്ല, വരുന്ന മൊട്ടും മുരടിച്ചു പോകുമെന്ന് നാം വിചാരിക്കും. ബുദ്ധിയുള്ള സ്ത്രീകൾ അവൻ പെട്ടെന്ന് ചെന്ന ചില പൊടിക്കൈകൾ ചെല്ലും, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചടിക്കും. ഇന്ന് പകലില് വാത്സല്യ കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതുപോലെ വിടരേണ്ടുന്ന ചില പുഷ്പം അതിന്റെ മൊട്ടിനെ കാർന്ന് തിന്നുവാൻ ആമൻ മുരടിപ്പിട്ടുകൊണ്ട് ഭവനത്തിന്റെ അകത്തളങ്ങളെ ദൃഷ്ടി വെച്ചിരിക്കുന്ന ചില പൈശാചിക കെണികളെ നോക്കി ഇന്ന് പകലിൽ ആത്മാവിലൊന്ന് പോരാടുവാൻ സഹോദര തയ്യാറാകുന്നു എങ്കിൽ ആമേൻ, നിന്റെ ഭവനത്തിന്റെ അകത്ത് ശത്രു വിതയ്ക്കുവാൻ വെച്ചിരിക്കുന്ന ചില അനർത്ഥങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകലിൽ എടുത്തു മാറ്റും.
ജുഡകരകര അധിയാറകൽക്കന ജീവശാനഘടകസ്തിയ ആന്തര ജൂഡ ഹസ്തന റകൽക്കന ദൈവശക്തിയ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. റോയി ഫിലിപ്പ് എന്ന ആമേൻ ആ ഡിവൈസിന്റെ അകത്ത്, ആ കുടുംബത്തിന്റെ അകത്ത് ചില മുരടിപ്പുകളെ ദൈവാത്മാവ് എടുത്തു മാറ്റുകയാ. 2024 കഴിയുമ്പോൾ 25 പ്രാരംഭ മാസങ്ങളിൽ പ്രത്യാശ നശിച്ച ആ മൊട്ടിനകത്ത് ആമേൻ ചില പൂക്കൾ വിരിയുന്നത് കാണുവാനായിട്ടിടയായി തീരും. വേഗത്തിൽ നമുക്ക് മെസ്സേജിലേക്ക് മടങ്ങി വരാം. ആമേൻ, അവിടെ എഴുതിയിരിക്കുന്നു, അവർ കൽപ്പന അനുസരിക്കുന്നവരായിരുന്നു. അവർ മടങ്ങിപ്പോയത് വെറുതെയല്ല. ആമേൻ, അവർ ചിലത് ഒരുക്കാനാ പോയത്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, അവർ ഒരുക്കിയെടുത്ത സുഗന്ധ വർഗവുമായി അവർ മടങ്ങി വന്നു. ഒത്തിരി ഒത്തിരി ആഴമേറിയ ആമേൻ ഒരു വേദഭാഗമാണത്. അവർ മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി. സൂസൻ രഞ്ജിത്ത്, പ്രിയ സിസ്റ്റർ, ഇന്ന് പകലില് ഓർക്കണം, ഒരു ഉപവാസം ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ചില ദിവസങ്ങളായി ഹൃദയത്തിൽ പ്രേരണ തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉപവസിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം. ആമേൻ. കർത്താവ് പറയുന്നു, അതിനകത്ത് ഒരുക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ആമേൻ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഒരുക്കിയെടുത്ത് കഴിഞ്ഞാൽ ആമേൻ മരിച്ചു പോയെന്നും നഷ്ടപ്പെട്ടെന്നും പറയുന്നതിനെ പുറത്തു കൊണ്ടുവന്ന് ജീവനോടെ മുമ്പിൽ നിർത്തും. യെസ്, കഴിഞ്ഞ നാളുകളില് അനുഭവിച്ച ചില സന്തോഷങ്ങൾ ആമേൻ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ആമേൻ ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആമേൻ പൊളിച്ചെഴുതിയ ചിലതിനെ നമുക്കറിയാം. ആമേൻ അടുക്കായിട്ട് വെച്ചിരിക്കുന്ന ചിലതിനെ ശക്തമായിട്ട് പറിച്ചെടുക്കുന്നത് പോലെ പാളികൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പ്രത്യേക അനുഭവത്തിൽ നിന്ന് ആമേൻ മുകളിൽ നിന്ന് ശക്തമേറിയിരിക്കുന്ന ഒരു ആയുധം ഉപയോഗിച്ച് ആമേൻ ചില പാളികളെ അടർത്തി മാറ്റിയതുപോലെ ആമേൻ ജീവിതത്തില് ദൈവവുമായിട്ടുള്ള ആമേൻ ശുശ്രൂഷാപരമായിട്ടുള്ള ചില തീരുമാനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അടർത്തി എടുത്തുകൊണ്ട് പോയതിനെ മടക്കി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ, ആമേൻ. കർത്താവ് പറയുന്നതിനെ മടക്കി തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരുക്കുവാൻ തുടങ്ങുക. ഉപവാസം ഒരു ഒരുക്കലാകട്ടോ. ആമേൻ. തീരുമാനത്തെ ഓർത്തെടുക്കുന്നത്, കഴിഞ്ഞ നാളുകളിലെ വാഗ്ദത്തങ്ങളെ ഓർത്തെടുക്കുന്നത് ആമേൻ ഒരു ക്രമീകരണമാകട്ടോ. പ്രിയാന്റി, ദൈവാത്മാവ് പറയുന്നു, കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആമേൻ, വിഷമിക്കണ്ട, തീർന്നു പോയിട്ടില്ല. ആമേൻ, ഒരു ശേഷിപ്പ് ജീവിതത്തിലുണ്ട്. കർത്താവ് ചില പദ്ധതിയിലേക്ക് പ്രവേശിപ്പിക്കുകയാ. നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേലെ എറിയുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് മടങ്ങി വരും. അപ്പം ഉണ്ടാക്കുന്നത് ധാന്യം കൊണ്ടാ. ആമേൻ. ഇഡലി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് ആ ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഗോതമ്പ് അടയെടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മടക്കി വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. എന്നാ സൂസൻ ആന്റി ഇന്ന് പകൽ വിശ്വസിച്ചോ, ആമേ കർത്താവ് മടക്കി തരാൻ പോകുകയാ. ആമേ ഷേപ്പ്ലെസ് ആയി പോയത്, ഗുണം നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ അതിനെ മടക്കി തരാൻ പോകുകയാ. ആ വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ആമേൻ 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 തരിയായിട്ട് നശിപ്പിച്ച് കളഞ്ഞതിനെ ദൈവത്തിന്റെ ആത്മാവ് മടക്കി തരുവാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ആഴങ്ങളിലേക്ക് വലയിറക്ക, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക. ഓ, വലയിറക്കുന്നവൻ പടകിലുണ്ട്. അവന്റെ വാക്കിനെ വിശ്വസിക്കുമെങ്കിൽ ഒരു പെരുത്ത മീൻകൂട്ട, ഒരു നിറഞ്ഞ മറുപടി അഭിഷക്തദാസിയുടെ മേൽ ദൈവാത്മാവ് ഇന്ന് പകൽ പകർന്നു നൽകുകയാ. ആമേൻ. ചില ഒരുക്കലുകളുമായി അവർ ഒരുക്കിയെടുത്തത് കരങ്ങളിലേറ്റുകൊണ്ടാ. ആമേൻ. ഈ സ്ത്രീകൾ ഓടി വരിക എവിടേക്കാ? കല്ലറയിലേക്ക് വരികയാ. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം അവർ കല്ലറക്കലെത്തിയ
മറിയയുടെയും തന്റെ കൂടെയുള്ള സഹോദരിമാരുടെയും അനുഭവത്തെ നമുക്ക് ഹൃദിസ്ഥമാണ്. എന്നാൽ അവരുടെ മേൽ നിയോഗിക്കപ്പെട്ടത് ഈ പരിമള തൈലം യേശുവിന്റെ ശരീരത്തിൽ പൂശാനായിരുന്നില്ല. അവർ വിചാരിച്ചു ഈ കല്ലറയിൽ ഈ തൈലം പൂശാം. ആമേൻ. എന്നാൽ ഒരുക്കിയെടുത്ത ചിലതുമായി ഫെബാൻഡി കർത്താവിന്റെ അഭിഷിക്ത ദാസിയോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്നു. ഒരുക്കിയെടുത്ത ചിലതുമായി ഇന്ന് പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആ പരിമള തൈലത്തെ വെളിപ്പെടുത്തുന്നത് ലോകത്തിന്റെ മുൻപിലാണ്. 2025 6ാമത്തെ മാസം മുതൽ ചില രാജ്യങ്ങളിലേക്ക് ദൈവാത്മാവ് യാത്രകൾ ആരംഭിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാക്ഷ്യവുമായി ദൈവത്തിന്റെ വചനവുമായി സിംഗപ്പൂരിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു മിനിസ്ട്രി അല്ല. ദൈവത്തിന്റെ ആത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു, ഈ കാലഘട്ടത്തിൽ ഒരുക്കിയെടുക്കുന്ന പരിമള തൈലം അത് പൂശുവാൻ നാം ആഗ്രഹിക്കുന്ന സ്പോട്ടല്ല, നാം ആഗ്രഹിക്കുന്ന ഇടമല്ല. ദൈവത്തിനറിയാം എവിടെ നമ്മെ കൊണ്ടത് തളിക്കണമെന്ന മറിയോടുള്ള ബന്ധത്തിൽ, ആ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ വളരെ സ്പഷ്ടമായി നമുക്ക് കാണുവാൻ കഴിയും. എവിടെ പരിമള തൈലം പൂശണമെന്ന് പറഞ്ഞ് അവർ വന്നു, അവിടെ അത് ചെയ്തില്ല. പകരം അവർ ഒരു പരിമള തൈലം ലോകത്തിലേക്ക് തളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരുക്കിക്കൊണ്ട് വന്നതിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും കൽപ്പനയിൽ മറഞ്ഞിരുന്ന ഒരുക്കിയതിനെ വെളിപ്പെടുത്തുന്ന ചില രാജ്യങ്ങളെയും ചില പട്ടണങ്ങളെയും ദൈവാത്മാവ് മുൻപിൽ തുറക്കുകയാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ അതിനെ റിസീവ് ചെയ്യുമെങ്കിൽ, ആമേൻ പറയുമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന സാധ്യതകളെ നോക്കണ്ട, അവസരങ്ങളെ നോക്കണ്ട. വലങ്കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ മഹത്വം ഇതിന്റെ അകത്തു നിന്ന് വ്യാപരിക്കപ്പെടുവാനിടയാകും. ചില ശുശ്രൂഷകളിലേക്ക്, ചില കൃപാവര ശുശ്രൂഷകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കരം പിടിച്ചു കൊണ്ടുപോകുവാൻ പോകുകയാ. ഹല്ലേലൂയ. ചില ഫാസ്റ്റിംഗ് പ്രേയറിനോടുള്ള ബന്ധത്തിൽ ശക്തമായിരിക്കുന്ന വെളിപ്പാടിന്റെ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ ദാസിയെ 2025 ദൈവാത്മാവ് ഉപയോഗിക്കും. ചില ദേശങ്ങളോടും രാജ്യങ്ങളോടുമുള്ള ദൂതുവാഹിയായി ദൈവത്തിന്റെ ആത്മാവിന് ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. സുഗന്ധവർഗം ഒരുക്കിക്കൊള്ളുക, പരിമള തൈലം ഒരുക്കിക്കൊള്ളുക. എവിടെ ഉപയോഗിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും കൺമുൻപിൽ വെളിപ്പെടുത്തി തരുന്ന ദിവസമുണ്ട് കേട്ടോ, മറന്നു പോകണ്ട. ആമേൻ. എനിക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ, നമ്മുടെ സമയം വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുകയാണല്ലോ, ഈ അധ്യായം വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വേദഭാഗമുണ്ട്. അതിന്റെ 24ാമത്തെ അധ്യായത്തിന്റെ 24ാമത്തെ വേദഭാഗം 24-25 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലറക്കൽ ചെന്നു, പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. ആമേൻ. ഇത് പറയുന്നത് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരാണ് യേശു കർത്താവിനോട് ഇത് പറയുന്നത്. ഞങ്ങളിൽ ചില സ്ത്രീകൾ കല്ലറയിൽ ചെന്നു, അവനെ അവിടെ കണ്ടില്ല. അവർ അത് വിശ്വസിക്കുവാൻ തയ്യാറാകാത്ത രീതിയിൽ യേശു കർത്താവിനോട് സംസാരിക്കുമ്പോൾ, ആമേൻ, യേശു കർത്താവ് ഈ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദ ബുദ്ധികളെ. ചില ദൂതിന്റെ മുൻപില്, ചില വെളിപ്പാടിന്റെ മുൻപില്, ആമേൻ, ചിലരോട് പറഞ്ഞ ചില ആലോചനകളുടെ ഒക്കെ മുൻപില് കരഞ്ഞ ദൈവദാസിമാരെ എനിക്കറിയാം. ആമേൻ.
ചിലരോട് ദൂതുകൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അപമാനമേറ്റവരുണ്ട്. ഭ്രഷ്ട് പോലെ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉയരത്തിൽ നിന്ന് പ്രാപിച്ചതാണോ കൈമാറിയത്? നിശ്ചയമായും കർത്താവ് നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഉയരത്തിൽ നിന്ന് പ്രാപിച്ചതാണോ ഷെയർ ചെയ്തതാ? ഉയരത്തിൽ നിന്ന് പ്രാപിച്ചതാണോ വിളമ്പിക്കൊടുത്തതാ? ഉയരത്തിൽ നിന്ന് പ്രാപിച്ചതാണോ കൈമാറിയത്? ആമേൻ. നിനക്ക് നേരെ ശക്തമായ പ്രതികൂലം വന്നാലും ഉടയവൻ നിന്നോട് കൂടെയുണ്ട്, നിയമിച്ചാക്കിയവൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഈ രണ്ടുപേരെ വിളിക്കുന്ന പേരാണ് ബുദ്ധിഹീനരെ, മന്ന ബുദ്ധികളെ. നമുക്ക് വേണ്ടി ആരാ ഉള്ളേ? ഒരു സ്ത്രീയല്ലേ പ്രസംഗിച്ചേ? ഒരു സ്ത്രീയല്ലേ ആലോചന പറഞ്ഞേ? എത്രയോ സ്ഥലങ്ങളിൽ ഇന്നും സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്നറിയാമോ? അവൻ എത്രയോ സ്ഥലങ്ങളില് അവൻ സ്ത്രീ എന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ വില കൊടുത്ത് നിൽക്കുന്നവർ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്നും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഇപ്പോഴും ഇതേ മനോഭാവമുള്ള അഭിഷിക്തന്മാരെ കൊണ്ട് നിറയപ്പെട്ട സമൂഹമാണ് നമ്മുടെ സമൂഹം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, നാം ആ കല്ലറയ്ക്ക് അടുത്തൊന്ന് ചെന്നാൽ, ആമേൻ, വിട്ടുമാറാതെ കർത്താവിനെ പിന്തുടർന്നാൽ, ആമേൻ, അവന്റെ മഹത്വം അറിഞ്ഞതിനെ അനുനിമിഷം നമ്മളിൽ നിന്ന് അവരുടെ ടേസ്റ്റ് പോകില്ല. നാം കണ്ട ദർശനത്തിന്റെ, നാം അനുഭവിച്ച അത്ഭുതത്തിന്റെ ടേസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒട്ടും മാറിപ്പോകാതെ ഇരിക്കുന്നെങ്കിൽ, യെസ്, ദൈവാത്മാവ് പറയുന്നു, നമ്മെ കൊണ്ട് ദൈവം ചിലത് വെളിപ്പെടുത്തും. ആമേൻ. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞേ, സ്വർഗം സന്തോഷിക്കും. നമ്മെ കൊണ്ട് കർത്താവ് ചിലത് ചെയ്യിക്കും, നമ്മെ കൊണ്ട് ചിലത് വെളിപ്പെടുത്തും. ആമേൻ. നമുക്ക് വേണ്ടി സ്വർഗം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന ആമേൻ ചിലരോടൊക്കെ ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. എന്നാൽ ഈ 11ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഈ സ്ത്രീകൾ ഓടി വന്നിട്ട് അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ അവർ ഈ വാക്ക് വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ആമേൻ ഒരു ദൗത്യമാ ഈ സ്ത്രീകളെ കൊണ്ട് കർത്താവ് ചെയ്യിച്ചത്. പടക് നിറച്ച് മീൻ പിടിച്ച് വല കീറാറായ പത്രോസിന് ഇത് വിശ്വസിക്കാമായിരുന്നു, അല്ലെ? പത്രോസിന് കൺമുൻപിൽ വെച്ചല്ലേ പത്രോസ് വെട്ടിയിട്ട് കാത് കർത്താവ് കൂട്ടിച്ചേർത്തേ? നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചില്ലേ? വിശ്വസിക്കാമായിരുന്നു. എന്നാൽ ഈ സ്ത്രീകൾ വന്ന് പറഞ്ഞ വാക്കിനെ, 3 ദിവസം കൊണ്ട് പൊളിഞ്ഞു കിടക്കുന്ന മന്ദിരത്തെ പണിയുമെന്ന്, ആമേൻ, തന്റെ ശരീരമെന്ന ആലയത്തെ ദേഹമെന്ന തിരശ്ശീല ചീന്തിയാലും ആമേൻ അതിനെ പണിയുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കിനെ ശിഷ്യന്മാർ മറന്നുപോയപ്പോൾ അവർക്ക് വഴികാട്ടിയാകുവാൻ മറിയമ്മച്ചി ഉപയോഗിച്ച ദൈവം നമ്മളെ ഉപയോഗിക്കാതിരിക്കുവോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക ദൈവജനമേ, നമ്മെ ഉപയോഗിപ്പാൻ ദൈവം പിന്നെയും ചില പദ്ധതികളെ തന്റെ വരവിന് മുമ്പ് ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. തന്റെ ഹല്ലേലൂയ വരവിന് മുൻപ് എന്നെ ഉപയോഗിക്കുവാൻ, പ്രിയ നിമ്മി സിസ്റ്ററെ ഉപയോഗിക്കുവാൻ, പ്രീത സിസ്റ്ററെ ഉപയോഗിക്കുവാനായിട്ട്, സിമി സിസ്റ്ററെ ഉപയോഗിക്കുവാനായിട്ട്, ബ്ലസ്സി ടിജു സിസ്റ്ററെ ഉപയോഗിക്കുവാനായിട്ട് ആമേൻ ദൈവം ചിലതൊക്കെ ആമേൻ നമ്മുടെ മുൻപിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ തിരഞ്ഞ്, അതിനെ കണ്ടുപിടിച്ച് അതിനു വേണ്ടി നിൽക്കുന്നവരായി ഞാനും നിങ്ങൾ മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ഒഴിഞ്ഞ കല്ലറയിൽ എത്തിയ സ്ത്രീകൾക്ക് പുനരുത്ഥാനം എന്ന പരിമള തൈലത്തെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുവാൻ ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. ആ സഹോദരിമാരുടെ മേൽ പകർന്ന ആമൻ ഒരു വലിയ ആമൻ ദൈവ മഹത്വമാണ്. അവരുടെ ഭയം മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലില് ആമൻ നമ്മുടെ ഭയം മാറുന്ന പകല. 24ാമത്തെ അധ്യായം 5ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഭയപ്പെട്ടവർ മുഖം കുനിച്ചു നിൽക്കുക. അവര് തേടി വന്നവൻ അവിടെ ഇല്ല. കല്ലറ തുറന്നു കിടക്കുന്നു.
നാം പ്രതീക്ഷിച്ച ചില മറുപടി നമ്മുടെ കൺമുമ്പിൽ ഇല്ല. സാഹചര്യം വിപരീതമാണ്. നിശ്ചയമായും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഭയം വരും. എന്നാൽ ഓർക്കണമേ, ഭയം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ചിലത് നാം ഓർക്കണം. ആമേൻ, ആമേൻ. താങ്ക് യു പ്രീത സിസ്റ്ററെ. ഭയപ്പെട്ട മുഖം കുനിച്ചു നിൽക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് എത്രയോ പ്രാവശ്യം ഇവിടെ ഒരു ദൂതൻ മുഖാന്തരം ഈ സ്ത്രീകളോട് സംസാരിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ തട്ടി ഉണർത്തിയ ദിനരാത്രങ്ങളെ നമുക്ക് മറന്നു കളയുവാൻ പറ്റുമോ? ഇതിനകത്ത് ജോമോൾ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഞാൻ കാണുന്നുണ്ട്. ആമേൻ. ഫേസ് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നീല ബാക്ക്ഗ്രൗണ്ടില്. പ്രിയ സിസ്റ്റർ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ദൈവം തട്ടി ഉണർത്തി ചില ഭയത്തിന്റെ നാളുകളെ മാറ്റിയ വ്യക്തിയാ. തട്ടി ഉണർത്തി ദൈവ ശബ്ദം കേട്ട് ഭയത്തെ മാറ്റിയ വ്യക്തിയാ. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ഭയം മാറിയിട്ട് ചിലത് ഓർമ്മ വരുത്തുന്ന ദൈവമാണ്. ഇതിനകത്ത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ള അനേകം ദൈവദാസിമാരുണ്ട്. ഒരു പക്ഷെ ഒരു സഭാചാർജിനോടുള്ള ബന്ധത്തിലോ ജീവിത പങ്കാളിയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ പ്രിയ ജോമോൾ സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, വ്യക്തിപരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ദർശനം നൽകിയിട്ട് എവിടെയോ ആമേൻ ചാരി പിന്മാറി നിൽക്കുന്നത് പോലെ, സാഹചര്യങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം കർത്താവ് അതിനെ എടുത്തു മാറ്റുകയാണ്. ആമേൻ. ചിലതൊക്കെ കർത്താവ് ഓർമ്മപ്പെടുത്താൻ പോകുകയാ സഹോദരി. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ഭയം മാറ്റി ജയം നൽകിയ ദൈവമാ. ജീവിതത്തെ ആമേൻ കാർന്ന് തിന്നുമെന്ന് വെല്ലുവിളിച്ച ചില സാഹചര്യങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം ജീവൻ നൽകി ജയത്തോടെ നിർത്തിയെങ്കിൽ ഇന്ന് പകൽ ആ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലതൊന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ആമേൻ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് സാക്ഷികളായി മാറണം. 24-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ അവർ സാക്ഷികളായി മാറി അപ്പോസ്തലന്മാരോട് ചെന്ന് ചിലത് പറഞ്ഞു. ജോമോൾ സിസ്റ്ററെ, ചിലരോട് ചിലത് പറയാൻ ദൈവം ഏൽപ്പിക്കുക, ചിലരോട് ചിലത് പറയുവാൻ. ആമേൻ. വ്യക്തിപരമായിട്ട് ആമേൻ നമുക്ക് മുൻപരിചയം ഒന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഒരു ദൂതുവാഹിയാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഇന്നിന്റെ സാഹചര്യങ്ങളെ നോക്കരുതേ, ഇന്നിന്റെ സാധ്യതകളെ നോക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവന്ന നിർത്തുന്ന ദിവസം വിദൂരമല്ല കേട്ടോ. ആമേൻ. അറിയപ്പെടുന്ന പ്രശസ്തയാകുന്ന ഒരു കർത്താവിന്റെ ദാസിയായി വരും നാളുകളിൽ ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവാത്മാവ് ഉപയോഗിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. ആമേൻ. അവർ വിശ്വസിക്കാതെ ഇരുന്നപ്പോൾ ആമേൻ അവരുടെ മുൻപിൽ കർത്താവ് തന്നെ നമ്മൾ പറഞ്ഞ ചില ദൂതുകൾ, ചില സന്ദേശങ്ങൾ ദൈവദാസിമാരെ മറ്റുള്ളവർ വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ കർത്താവ് തന്നെ അവരുടെ മുൻപിൽ കടന്നു വന്ന വെളിപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. ഇതിനകത്ത് ആശ എന്ന് പറയുന്ന ഡിവൈസില് ഒരു ആന്റിയെ ഞാൻ കാണുന്നുണ്ട്. പ്രിയ മാതാവിനോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില ദർശനങ്ങൾ നിമിത്തം, ചില സ്വപ്നങ്ങൾ നിമിത്തം യോസഫ് ആമേൻ സഹോദരങ്ങളുടെ മുൻപിൽ നിന്ദിക്കപ്പെട്ടതുപോലെ, സഹോദരങ്ങളുടെ അപ്രീതിക്ക് പാത്രമായി മാറിയതുപോലെ ദൈവം നൽകിയ ചില കാഴ്ചപ്പാടുകൾ നിമിത്തം ആമേൻ സഹോദരങ്ങളുടെ രക്തബന്ധങ്ങളുടെ മുൻപിൽ അപ്രീതിക്ക് പാത്രമായി നിന്ന നാളുകൾ പിറകിലുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ അധികം താമസം വിന ആമേൻ ആ ദർശനങ്ങളെ പൂർത്തീകരിക്കുകയും രക്തബന്ധങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നീ സേവിപ്പാൻ ഇറങ്ങിയ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇന്നു പകലിലും സഹോദരങ്ങൾക്ക് വേണ്ടി, രക്തബന്ധങ്ങൾക്ക് വേണ്ടി നെടുവീർപ്പിട്ട് കരയുന്ന ഒരു മാതാവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. കർത്താവെ, ഇവരുടെ അന്ത്യം എന്താകും, ഇവരുടെ ഭാവി എന്താകുമെന്ന് ചോദിച്ച ചില വ്യക്തികളുടെ പേര് എടുത്തു വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല ആമേൻ കർത്താവ് തന്നെ അവരുടെ മുൻപിൽ സത്യം എന്തെന്നും, ആമേൻ ആമേൻ പ്രിയ മാതാവേ ആമേൻ എന്തിനു വേണ്ടിയാണ് ഈ പ്രതിസന്ധി സഹിച്ചതെന്നും വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. നിരാശ ഇന്ന് പകരം മാറിപ്പോകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.
ആമേൻ, ആമേൻ, ആമേൻ. വേദന ഇന്ന് പകൽ മാറിപ്പോകട്ടെ. ഇന്ന് പകൽ കാലച്ചിന് അടയാളങ്ങളെ റിസീവ് ചെയ്യുവാൻ ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവാത്മാവ് ആലോചന പറയുകയോ. അങ്ങനെയെങ്കിലോ 24-ാമത്തെ അധ്യായം 27-44 വാക്യങ്ങൾ വായിച്ച് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. 44-ാമത്തെ വാക്യം: മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരുന്നതൊക്കെയും നിവർത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ആമേൻ. ഒരു സഹോദരി എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ആമേൻ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് പരിധിയിടുന്നു, പരിമിതി സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം നമ്മോട് പറയുന്നു, ഈ പ്രവചനങ്ങളെ പൂർത്തീകരിക്കുവാൻ സ്വർഗം ഉപയോഗിച്ചത് സ്ത്രീകളെയാണ്. ആമേൻ. പഴയ നിയമ പുസ്തകത്തിൽ, പഴയ നിയമ തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രഖ്യാപിക്കുവാൻ ആമേൻ ഈ സ്ത്രീകളെ ഉപയോഗിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ചില പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളിലേക്ക് നമ്മെയും വഴി നടത്തുവാനായിട്ടിടയായിത്തീരും. ദൈവജനമേ, നാം മറന്നു പോകരുത്. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ പുനരുത്ഥാനമാ. ആമേൻ. ഒരിക്കലായി നമുക്ക് വേണ്ടി, സകല മാനവ ജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി കൊലമരത്തിൽ അകൃത്യയാഗമായി മാറി 33.5 തിരുവയസ്സിലെ യൗവന രക്തം നമുക്ക് വേണ്ടി, സകല മാനവ ജാതിക്ക് വേണ്ടി ഭൂമിയിൽ ഊറ്റിത്തന്ന അവൻ അവസാന തുള്ളിയും അവൻ ഒഴുക്കിയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, അവൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. നമ്മുടെ പേരിൽ ഇന്ന് പകൽക്കാലം ഒരു ദൗത്യമുണ്ട്. ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, സകല ജഡത്തിന്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ആമേൻ, അവർക്ക് വേണ്ടി ഇടവിൽ നിൽപ്പാൻ സമർപ്പിതരായി മാറണം. എന്നാൽ ഹല്ലേലൂയ, കാൽവറിയിൽ അവനെ ഒടുക്കിക്കളയുവാൻ ലോകത്തിന്റെ അധിപതിയാകുന്ന പിശാചും റോമൻ ഗവൺമെന്റും ആമേൻ തന്ത്രങ്ങളെ മെനഞ്ഞപ്പോൾ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് ആമേൻ ഹല്ലേലൂയ റോമൻ ഗവൺമെന്റിന് മുദ്ര വിളിച്ചു പറഞ്ഞപ്പോൾ അരിമത്യയിലെ യോസഫിന്റെ കല്ലറയ്ക്കവനെ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. 3-ാമത്തെ ദിവസം ഹല്ലേലൂയ താൻ പ്രഖ്യാപിച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ തൻ പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് എടുക്കപ്പെടുവാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു. തന്നെ ഭൂമിയിലേക്ക് അയച്ച സ്വർഗീയ പിതാവിന്റെ ഹിതം തന്റെ ക്രൂശീകരണം കൊണ്ട് താൻ പൂർത്തിയാക്കി. ആമേൻ. അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നേക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ ആമേനെ കാൽവറിയിലേക്ക്, ആ മുഖത്തിലേക്ക് തന്റെ കഴുത്ത് വെച്ചു കൊടുത്ത അകൃത്യയാഗമായിരിക്കുന്ന പെസഹ കുഞ്ഞാടിനെ ഇന്ന് പകൽക്കാലവും നമുക്കൊന്ന് ധ്യാനിക്കാം. ആ കാൽവറിയിൽ എന്റെ കർത്താവ് പിടഞ്ഞത് എനിക്ക് വേണ്ടിയാ. എന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, എന്റെ ശാപത്തെ അറുത്തു കളയുവാൻ, എന്റെ പാപങ്ങളെ മോചിക്കുവാൻ, എന്നെ ജയാളിയാക്കുവാൻ ഒരിക്കലായി അവൻ തകർക്കപ്പെട്ടു. ആ തകർച്ച ഇന്ന് പകൽക്കാലം എന്റെ നിത്യജീവന് വേണ്ടിയിട്ടാ. മറന്നു പോകരുത്. ആ പുനരുത്ഥാനം ക്രിസ്തീയ സഭയുടെ അടിത്തറയായി മാറുമ്പോൾ അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച അവൻ ഇന്നും അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഞാനും നിങ്ങളും നിൽക്കുന്നു. ഓരോ ആണ്ട് കൂടുമ്പോഴും അവൻ വെട്ടിക്കളയാതെ, തകർത്ത് കളയാതെ, പിന്നെയും നമ്മിൽ നിന്ന് ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ദൈവിക കരങ്ങളെ ദിനം തോറും നാം തിരിച്ചറിയുന്നവരായി മാറുമെങ്കിൽ വരും നാളുകളിൽ കർത്താവിന്റെ വരവ് സമാഗതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ സ്വർഗം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിനോടുകൂടെ വാഴുക എന്നുള്ളതാ. ഇഹത്തിലെ കഷ്ടങ്ങൾ സാരമില്ല,
സാരമില്ല, ഈ ലോകത്തിന്റെ വേദനകൾ സാരമില്ല, രോഗങ്ങൾ സാരമില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ജീവനായ ക്രിസ്തുവിനോട് കൂടെ നാം യുഗായുഗങ്ങൾ വാഴുവാനായിട്ടിടയായിത്തീരും. രാജ്യത്വം പ്രാപിച്ചതൻ ഭൂതലത്തിൽ 1000 ആണ്ട് വാഴുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ദൈവസഭ അവനോടുകൂടെ ആയിരിക്കും. ആ സുദിനം നമ്മുടെ മുൻപിൽ സമാഗതമായി വിളിയും തിരഞ്ഞെടുപ്പും ഏറ്റവും ഉറപ്പാക്കിക്കൊണ്ട് ആമേൻ, ഒന്നിനാലും പിന്മാറിപ്പോകാതെ തകർക്കുന്ന സകല ശക്തികളെയും അതിജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് കാലം ഏറ്റെടുത്തുകൊണ്ട് യഹൂദയിലും യെരൂശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളായി തീരുവാൻ ദൈവാത്മാവിൽ സമർപ്പിതരായി നമുക്ക് മുന്നേറാം. ദൈവാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ആമേൻ, അങ്ങയെ പിൻപറ്റി കാൽവറിയിലും അങ്ങോട്ട് കൂടെ നിന്ന ആമേൻ കർത്താവിന്റെ ഉയർപ്പ് വരെയും ആ പുനരുദ്ധാനത്തിന്റെ വക്താക്കളായി മാറിയ ആമേൻ കർത്താവെ, സഹോദരിമാരെ പോലെ മാതാക്കളെ പോലെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെയും ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചിലതുകൂടി ലോകത്തിന്റെ മുൻപിൽ പരിമള തൈലമായി വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. എതിർപ്പുകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം അതൊക്കെ ഏറ്റെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ എബനേസർ മലയാളം ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ സിംഗപ്പൂർ രാജ്യത്ത് ഈ സഭ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവെ, നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്ന സ്വർഗീയ പിതാവിന്റെ കരം ആവശ്യമായിരിക്കുന്ന സകല വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന സകലതും നൽകിക്കൊടുത്ത ദൈവസഭ പുഷ്ടിയോടെ ജയത്തോടെ നിൽക്കുവാൻ ആ രാജ്യത്ത് വ്യാപരിക്കുന്ന, തലമുറകളിൽ വ്യാപരിക്കുന്ന, കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ അന്ധകാര പദ്ധതികളെ തകർക്കേണ്ടതിന് ഇതിന്റെ അകത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ജനരെ പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അഭിഷക്ത ദാസി തലമുറകൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം. ഈ മിനിസ്ട്രിയോട് ചേർന്നായിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്ത അഭിഷക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടത് കൊണ്ട് സ്തോത്രം. കർത്താവ്, വരുന്ന നാളുകളില് ആമേൻ അങ്ങയുടെ വക്താക്കളായി അങ്ങയുടെ വരവിന് മുൻപ് ചിലരെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഏൽപ്പിച്ചു തരുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ ബഹുമാന്യ കർത്താവിന്റെ ദാസിയോടും ഈ മിനിസ്ട്രിയോടുമുള്ള നന്ദിയും വന്ദനത്തെയും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.